സംസ്ഥാനത്തുടനീളം വലിയ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. കനത്ത മഴ പല ജില്ലകളിലും തുടരുന്ന ഒരു സാഹചര്യത്തിൽ 9 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, വയനാട്, മലപ്പുറം, ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി കുറച്ച് ദിവസം കൂടി ഇത്ര ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയില്ല, പക്ഷേ കുറച്ച് ദിവസം കൂടി സംസ്ഥാനത്ത് മഴ തുടരാനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട്. കാരണം തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുന്നതാണ് അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പലയിടങ്ങളിലും കനത്ത മഴ ലഭിച്ചു എന്നുള്ള മഴയുടെ കണക്കുകൾ കൂടി ലഭിക്കുന്നുണ്ട്. പലയിടങ്ങളിലും 24 മണിക്കൂറിനിടെ 115.6 മില്ലിമീറ്റർ മഴ മുതൽ 204.4 മില്ലിമീറ്റർ വരെ അതിശക്തമായ മഴ. പത്തനംതിട്ടയിൽ 300-ലധികം മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി എന്നുള്ള വിവരങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ശക്തമായ കാറ്റിനുള്ള സാധ്യതകൾ കൂടി പ്രവചിക്കുന്നുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ വരെ ശക്തമായ കാറ്റിനുള്ള സാധ്യത പ്രവചിക്കപ്പെടുന്നുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾക്കുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. കടലാക്രമണത്തിനുള്ള സാധ്യത പറയുന്നു. ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളുമൊക്കെ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. സംസ്ഥാനത്താകെ മഴയുമായി ബന്ധപ്പെട്ട് കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അതിദാരുണമായ വിവരങ്ങൾ, അതീവ സങ്കടകരമായ മരണ വാർത്തകൾ കൂടി വരികയാണ്. ഇടുക്കിയിൽ 2 മരണവും കോട്ടയത്ത് 1 മരണവും. അങ്ങനെ ഇന്നത്തെ ഒരു മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട് നിലവിൽ സംസ്ഥാനത്ത് 3 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. പലയിടങ്ങളിലും മഴ തുടരുന്നുണ്ട്. കോഴിക്കോട് പോലെയുള്ള വടക്കൻ ജില്ലകളിൽ അധികം മഴക്കെടുതി വരുന്നില്ല, പക്ഷേ കനത്ത മഴ പലയിടങ്ങളിലും തുടരുന്നുണ്ട്. മലയോര മേഖലകളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. ജില്ലാ ഭരണകൂടം ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം കൂടിയാണ്. പ്രത്യേകിച്ച് ജനപ്രതിനിധികളൊക്കെ രംഗത്തിറങ്ങിയ ഒരു അവസരത്തിൽ സാധാരണ ജനങ്ങൾക്ക്, കഷ്ടപ്പാട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വലിയ പിന്തുണ നൽകേണ്ട സമയം കൂടിയാണ്. സമയോചിതമായി തന്നെ അവരെ മാറ്റിപ്പാർപ്പിക്കാനും അവർക്ക് വേണ്ട സഹായം നൽകാനുമൊക്കെ വലിയ രീതിയിൽ ഇടപെടലുകൾ നടത്തേണ്ട ഒരു അതിഗുരുതരമായ സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്.